തട്ടുകടയിലെ സീക്രട്ട് ഉപയോഗിച്ചിട്ട് അതേ രുചിയിൽ നമുക്ക് വീട്ടിലൊരു പഴംപൊരി ഉണ്ടാക്കിയെടുത്താലോ? ഞങ്ങൾ കടയിലേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ തട്ടുകടയിലെ ചായക്കടികൾക്കൊക്കെ പ്രത്യേക ഒരു സ്വാദാണ് അല്ലേ? എന്നാൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്കൊന്ന് നോക്കിയാലോ? അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു കപ്പ് മൈദ മാവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നമ്മളൊരു 4 പഴം വെച്ചാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് അതിന് കണക്കാക്കിയിട്ടുള്ള മാവാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരു കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി, അതായത് പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്തരിപ്പൊടിയല്ലേ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ, അതായത് 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ഒരു 3 ഏലക്കായ ചതച്ചിട്ട് കൊടുക്കുക. ഈ ഏലക്കായ ചേർക്കണം കേട്ടോ, എന്തായാലും ഭയങ്കര ടേസ്റ്റാണ് അതിൻ്റെ ഫ്ലേവർ വരുമ്പോൾ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അപ്പക്കാരം, അതായത് സോഡാപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സോഡാപ്പൊടിയൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ചേർത്താൽ നന്നായിരിക്കും ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ അതിന് പകരം വേറൊരു മെത്തേഡും കൂടെ ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മാവ് മിക്സാക്കി എടുക്കുക. ആദ്യമേ കുറേ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു തിക്ക് മാവാണ് വേണ്ടത്. അപ്പോൾ അതാ കുറേശ്ശെ പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് സ്പൂൺ കൊണ്ട് ആക്കുന്നതിനേക്കാൾ നല്ലത് കൈ കൊണ്ട് ഒന്ന് കുഴച്ചെടുക്കുന്നതാണ് കേട്ടോ. നമ്മളെ കൈ കൊണ്ട് കുഴക്കുമ്പോഴേ അതങ്ങ് റെഡിയായി കിട്ടുള്ളൂ. നമ്മളതുപോലെ ഈ ഇഡ്ഡലി ദോശ ഒക്കെ ഉണ്ടാക്കുന്ന മാവിനും നമ്മൾ കൈവച്ച് തന്നെ ഒന്നാക്കിയെടുത്താൽ നന്നായിട്ട് പൊങ്ങി വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ മാവ് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി അതിലേക്ക് ഒരു ടീസ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇനി അപ്പക്കാരം ചേർക്കുന്നില്ലെങ്കിൽ ഈ 1 ടീസ്പൂൺ എന്നുള്ളത് ഒരു 2 ടീസ്പൂൺ ആക്കിയാൽ മതി, കുറച്ചധികം തൈര് ചേർത്താൽ മതിയേ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഏതൊരു പലഹാരത്തിൻ്റെയും മധുര പലഹാരത്തിൻ്റെയും കൂടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ഉണ്ടാക്കുമ്പോൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എത്ര മധുരം ഇട്ടാലും നമുക്ക് മധുരം കുറവാണെന്ന് തോന്നും. ആ ഉപ്പ് അങ്ങിടുമ്പോൾ അത് റെഡിയാവും. എന്നിട്ട് ഇതാ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ. ഇനി ഒരു 10 മിനിറ്റ്, കുറഞ്ഞതൊരു 10 മിനിറ്റ് വെച്ചാൽ മതി. ഞാനിതൊരു മണിക്കൂർ വെക്കുന്നുണ്ട്. നമ്മൾ വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ഉച്ചയ്ക്കൊക്കെ ആക്കി വെച്ചാൽ എത്ര സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു അത്രത്തോളം നമ്മൾ മാവ് നല്ല സോഫ്റ്റായി വരും. അപ്പം ഞാനൊരു മണിക്കൂറിന് ശേഷം എടുത്തപ്പോൾ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരണം. എന്നിട്ട് വേണം നമ്മൾ പഴംപൊരി അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഒരു പഴം 3 പീസായിട്ടാണ് കട്ട് ചെയ്തത് നീളത്തിൽ. നമ്മൾ വീട്ടിലൊക്കെ കഴിക്കാനാണെങ്കിൽ ഒന്ന് നെടുകെ കീറി 2 കഷ്ണമാക്കിയിട്ടൊക്കെ എടുത്താൽ മതി. നമ്മൾ തട്ടുകട സ്റ്റൈലായതുകൊണ്ട് തന്നെ ആ മുഴുവൻ പഴംപൊരി അതുപോലെ തന്നെ കീറി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മാവിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. നമ്മൾ മാവ് നല്ല കട്ടിയായതുകൊണ്ട് അതിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ചൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പിന്നെ മീഡിയത്തിലേക്ക് മാറ്റണേ. കണ്ടോ, ഇത് നന്നായിട്ട് പൊള്ളി വരുന്നത് നല്ല പൊന്തി വന്നിട്ടുണ്ട്. ഇതാ നമ്മളെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ശരിക്കും അതിനുള്ളിൽ നമുക്കത് പറഞ്ഞ് നമ്മൾ ചിരിക്കാറുണ്ട് കേട്ടോ. കാരണം ചില പഴംപൊരിയൊക്കെ വാങ്ങുമ്പോൾ ഒരു ബ്ലേഡ് പോലെ അത്രേ ഉണ്ടാവും കേട്ടോ. പഴം ബ്ലേഡ് പോലെ എന്നൊക്കെ പറയും ഞങ്ങൾ. ചെറിയ പഴം കട്ടിയില്ലാതാക്കിയിട്ട് ആ മാവ് ഇങ്ങോട്ട് പൊന്തിയിട്ട് പഴം അതിനുള്ളിൽ കാണാൻ തന്നെ ഉണ്ടാവില്ല. അങ്ങനെ കേട്ടോ ചില സ്ഥലത്തു നിന്നൊക്കെ പഴംപൊരി കിട്ടാറ്. എന്നാലും അത് കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല അത്യാവശ്യം കട്ടിയിൽ തന്നെ പഴമാക്കിയാൽ പഴവും കഴിക്കാൻ കിട്ടും. നല്ല മാവ് നല്ല പൊങ്ങി വരികയും ചെയ്യുമ്പോൾ സൂപ്പർ പഴംപൊരി ആവൂലേ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല അടിപൊളി പഴംപൊരിയാണ്. നമ്മൾ തട്ടുകടയിലെ അതേ രുചി തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ കൂടുതൽ ഉണ്ടാക്കേണ്ടി വന്നാലൊക്കെ എന്ത് ചെയ്താൽ മതി, തലേ ദിവസം കുറച്ച് മൈദമാവിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് ഒരു പേസ്റ്റ് ആക്കി വെച്ചാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അതൊരു പുളിമാവാവും. അത് നമുക്ക് ഈ പഴംപൊരിയിൽ ചേർത്താൽ നമുക്ക് പെട്ടെന്നൊക്കെ ചുട്ടെടുക്കണം, അല്ലെങ്കിൽ കുറച്ച് അധികമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആക്കിയെടുത്താലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ മുഴുവനായിട്ട് നമ്മൾ കോരി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മൾ അടിപൊളി പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത്
കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടെക്സ്ചർ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.